ബി.ജെ.പിയുടെ ഏറ്റവും മികച്ച പ്രചാരകൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരാഴ്ചക്കുള്ളിൽ രണ്ടാം തവണയും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിക്കഴിഞ്ഞിരിക്കുന്നു. പാലക്കാട് മോദിയുടെ റോഡ് ഷോയിൽ 50,000 പ്രവർത്തകർ പങ്കെടുത്തുവെന്ന് ജില്ലാ നേതൃത്വം അവകാശപ്പെടുന്നു. എന്നാൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൽ സലാമിനെ മോദിയുടെ റോഡ് ഷോയിലെ വാഹനത്തിൽ കയറ്റിയില്ല. മലപ്പുറം, പാലക്കാട്, പൊന്നാനി സ്ഥാനാർത്ഥികൾ റോഡ് ഷോയിൽ മോദിക്കൊപ്പം ഉണ്ടാകുമെന്നായിരുന്നു നേരത്തെ പ്രഖ്യാപനമെങ്കിലും അബ്ദുൽ സലാമിനെ അവസാന നിമിഷമാണ് ഒഴിവാക്കിയത്. രാവിലെ 9 മണിയോടെ മറ്റ് സ്ഥാനാർത്ഥികൾക്കൊപ്പം മലപ്പുറത്തെ സ്ഥാനാർത്ഥി അബ്ദുൽ സലാം റോഡ് ഷോ തുടങ്ങുന്ന 5 വിളക്ക് പരിസരത്തെത്തിയിരുന്നു. സ്ഥാനാർത്ഥികളെല്ലാം മോദിയോടൊപ്പം പങ്കെടുക്കുമെന്നായിരുന്നു നേരത്തെയുള്ള അറിയിപ്പ്. നമുക്ക് അപ്പോൾ പൊന്നാനി, മലപ്പുറം 2 സ്ഥാനാർത്ഥികളും ഇവിടെ എത്തിയിട്ടുണ്ട്. 3 സ്ഥാനാർത്ഥികളും ഒന്നിച്ചാണ്. റോഡ് ഷോ എങ്ങനെയാണ് ക്രമീകരിച്ചത്? റോഡ് ഷോ സംസ്ഥാന അധ്യക്ഷൻ, സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. പക്ഷേ റോഡ് ഷോ തുടങ്ങിയപ്പോൾ വാഹനത്തിൽ അബ്ദുൽ സലാമിനിടവില്ല. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനും പൊന്നാനിയിലെയും പാലക്കാട്ടെയും സ്ഥാനാർത്ഥികളും വാഹനത്തിലുണ്ടായിരുന്നു. 18 കോടി പ്രവർത്തകരുള്ള പാർട്ടിയിൽ എല്ലാവർക്കും മോദിയോടൊപ്പം പങ്കെടുക്കാനാകില്ലല്ലോ എന്ന ചോദ്യമാണ് അബ്ദുൽ സലാമിന്റെ ഇതിനോടുള്ള പ്രതികരണം. വണ്ടി കയറാൻ നേരത്തെ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. അത് കാര്യമില്ല, ഞങ്ങൾ എത്ര പേരുള്ളതാണ്. അല്ലാതെ വണ്ടിയിൽ കയറാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്, അല്ലാതൊന്നും അല്ല. ഞങ്ങൾ അതിനെ വലുതാക്കി ഇഷ്യൂ ആക്കണ്ട. നിങ്ങൾ എന്ത് പറഞ്ഞു, ഇത്രയും വലിയ 18 കോടി ജനങ്ങളുള്ള പാർട്ടിയിൽ ഇതൊക്കെ സാധാരണ അതിന് കയറാൻ പറ്റത്തില്ലെങ്കിൽ തന്നെ അത് പ്ലാൻ ചെയ്താലും ബസ് ആയിരിക്കും. ബി.ജെ.പിയുടെ ആദ്യഘട്ട പട്ടികയിൽ ഇടം പിടിച്ച ഏക മുസ്ലിം സ്ഥാനാർത്ഥിയും ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷനുമാണ് അബ്ദുൽ സലാം. റോഡ് ഷോയിൽ പങ്കെടുക്കാനെത്തി നിരാശനായി മടങ്ങിയതിൽ അബ്ദുൽ സലാം പാർട്ടിയിൽ പരാതി പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ, കോഴിക്കോട്. മോഡിയില്ലാത്ത സ്ഥാനാർത്ഥിയോ? റെജിൽ മാക്കുറ്റി കോൺഗ്രസ്, പി ജയരാജൻ CPIM, ഷാബു പ്രസാദ് വലത് നിരീക്ഷകൻ എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം ഷാബു പ്രസാദ്, ഇതിലെന്തോ ഒരു അസാംഗത്യം കാണുന്നുണ്ടോ? അതായത് മലപ്പുറം, പൊന്നാനി, പാലക്കാട് ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളായിരുന്നു നരേന്ദ്രമോദിയോടൊപ്പം വാഹനത്തിൽ കയറേണ്ടിയിരുന്നത്. അവസാന ഘട്ടത്തിൽ SPGയുടെ ലിസ്റ്റ് വന്നപ്പോൾ അബ്ദുൽ സലാം ഇല്ല. എന്തുകൊണ്ടായിരിക്കാം അത്, ശ്രീ ഷാബു പ്രസാദ്? നികേഷിൻ്റെ ഒരു അനുമാനം എന്താണത്? എന്തുകൊണ്ടായിരിക്കാം? എൻ്റെ അനുമാനം പോട്ടെ, നികേഷിൻ്റെ ഒരു അനുമാനം എന്താണ്? എൻ്റെ അനുമാനമാണ് താങ്കൾ തേടുന്നതെങ്കിൽ 543 ലോക്സഭാ സീറ്റുകളുണ്ടല്ലോ ഈ ഇന്ത്യയിലാകെ. അവിടെ സാധാരണഗതിയിൽ ഒരു ന്യൂനപക്ഷ സ്ഥാനാർത്ഥിയെയും നിർത്തില്ല എന്നായിരുന്നു കരുതിയിരുന്നത് മുൻകാലങ്ങളിലെ അനുഭവം വെച്ച്. പക്ഷേ ഇത്തവണ ഒരു ലോക്സഭാ സ്ഥാനാർത്ഥി മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ട്. പക്ഷെ അവസാന ഘട്ടത്തിൽ ഒരു റോഡ് ഷോ വന്ന സമയത്ത് വിളിച്ചു വരുത്തി അപമാനിക്കുകയാണോ ചെയ്തത് ശ്രീ ഷാബു പ്രസാദ്? അതായത് അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിങ്ങളെ മുഴുവനും അപമാനിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ആ മുസ്ലിമായ കാൻഡിഡേറ്റിനെ മോദി മനഃപൂർവ്വം ഒഴിവാക്കി. ഇതാണോ താങ്കളുടെ? അങ്ങനെയാണോ ശ്രീ ഷാബു പ്രസാദ്? എനിക്ക് ചോദ്യങ്ങളല്ലേ പറയാൻ പറ്റും. ഞാൻ അടുത്ത പരിപാടി 9 മണിക്ക് എനിക്കൊരു പരിപാടി ഉണ്ട്. 9 മണിയുടെ പരിപാടിയിൽ ഞാൻ എന്റെ നിലപാട് പറഞ്ഞോളാം. എനിക്ക് ഇപ്പൊ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ല ഇപ്പൊ ചോദ്യം എനിക്ക് അങ്ങോട്ട് പോകാമല്ലോ. ഇതൊരു സംഭാഷണമല്ല, ഒരു ഡിസ്കഷൻ അല്ല. ഷാബു പ്രസാദ് പറഞ്ഞോളൂ. അതിൻ്റെ അകത്ത് എന്റെ അക്കാര്യത്തിലുള്ള നിലപാടൊരു അതായത് ഒരു മുസ്ലിമായ സ്ഥാനമായതുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളെ അപമാനിക്കാൻ വേണ്ടിയുള്ള ഫാസിസ്റ്റ്, വർഗീയ, പിന്നെന്തൊക്കെയോ വാക്കുകൾ ഇതെല്ലാം കൂടെ ചേർത്ത് അങ്ങനെയുള്ള ഒരു മനോഭാവത്തിൽ നികൃഷ്ടനായ മോദി ക്രൂരത കാണിച്ചു എന്നാണോ താങ്കളുടെ? ഇതൊക്കെ താങ്കൾക്ക് പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എന്റെ വായിലിട്ടിട്ട് അങ്ങ് പറയുകയാണ്. നിങ്ങളെ അല്ല ഒരു കാര്യം നികേഷേ, ആ സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ ആ അബ്ദുസലാം എന്ന് പറയുന്ന ആ മാന്യനായ മനുഷ്യന് യാതൊരു വിഷയമില്ല, പാർട്ടിക്ക് വിഷയമില്ല. ഇത് ഞങ്ങളാണ് ആദ്യം ആ സ്ഥാനാർത്ഥിയുടെ അടുത്തേക്ക് ഓടിയെത്തുന്നത്. ഞങ്ങൾ അദ്ദേഹത്തുമായി സംസാരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ബി.ജെ.പിയുടെ അവിടുത്തെ പാലക്കാട് ജില്ലാ ഭാരവാഹിയുമായി തട്ടിക്കയറുമായിരുന്നു. സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം മൈക്കില് വിചാരിക്കാൻ വയ്യ. നിങ്ങൾ കണ്ടോ? ഞങ്ങൾ കണ്ടോന്ന് വെച്ചാൽ ഞങ്ങളുടെ റിപ്പോർട്ട് കണ്ടു. അതായത് എന്റെ റിപ്പോർട്ട് കണ്ടു. നിങ്ങളുടെ റിപ്പോർട്ടർ കണ്ടു.
എന്നാൽ നിങ്ങളുടെ റിപ്പോർട്ടർ മാത്രമേ കണ്ടുള്ളൂ. ഞാൻ ലോകം മുഴുവനും അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് കണ്ടത്. വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ലാതെ നിങ്ങളുടെ കുത്തിത്തിരെ നിങ്ങളുടെ റിപ്പോർട്ടർ 543 ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി കൊടുക്കുന്ന നിങ്ങളും നികേഷ് കുമാറിന്റെ റിപ്പോർട്ടറും കൊടുക്കുന്ന ചീഞ്ഞ കുത്തിത്തിരിപ്പല്ല ലോകം കാണുന്നത്. ആ മനുഷ്യന്റെ മാന്യമായ പ്രതികരണം ലോകം കണ്ടു കഴിഞ്ഞു. ഷാബു പ്രസാദ് പറഞ്ഞു കഴിഞ്ഞുവെങ്കിൽ നിങ്ങളുടെയൊക്കെ ഈ കുത്തിത്തിരിപ്പ് ഓർത്താനും ഷാബു പ്രസാദ് അങ്ങ് പറഞ്ഞു കഴിഞ്ഞുവെങ്കിൽ കുത്തിത്തിരിപ്പ് അതാണ്. അതെ, കുത്തിത്തിരിപ്പ് ഞങ്ങള് കുത്തിത്തിരിപ്പാണ് നടത്തുന്നത്. പറയാനില്ല. ഷാബു പ്രസാദെ കേൾക്കൂ, ഞങ്ങൾ കുത്തിത്തിരിപ്പാണ് നടത്തുന്നത്. ശരി, ആയിക്കോട്ടെ. ആ ആരോപണമൊന്നും ഇത് ആദ്യമായിട്ടല്ലോ മാധ്യമപ്രവർത്തകരുടെ നേർക്ക് വരുന്നത്. ഷാബു പ്രസാദ്, 543 ലോക്സഭാ മണ്ഡലങ്ങൾ ഉണ്ടല്ലോ ഈ രാജ്യത്ത്. ഒരു ന്യൂനപക്ഷ സമുദായക്കാരനെയാണ് നിങ്ങൾ ഇതിനകം നിർത്തിയിരിക്കുന്നത്. ഇനി നിർത്തുമോ എന്നുള്ളത് നോക്കാം. ഒന്ന്. രണ്ട്, നോക്കൂ ഷാബു പ്രസാദ്, താങ്കൾക്ക് പറയാമോ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ചോദ്യങ്ങൾ വേണ്ട അല്ലേ? ഒരു സ്ഥാനാർത്ഥി ഒരു SPGയുടെ ലിസ്റ്റിലില്ല, ആ വണ്ടിക്കകത്ത് സ്ഥലമില്ല, ആ വാഹനത്തിന്റെ SPG ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് കയറാൻ പറ്റിയില്ല. ഒരു തുറന്ന ജീപ്പിൻ്റെ അകത്ത്, അതും പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന ജീപ്പിൻ്റെ അകത്ത് കയറുന്നതിന് ലിമിറ്റുണ്ട്, ഇത്ര നമ്പർ എന്നുള്ളത്. ഇതല്ലാതെ ഇവിടെ ഏതെങ്കിലും ഒരു ലോക്കൽ നേതാവിൻ്റെ ജീപ്പിൽ ഇടിച്ചു കുത്തി കയറുന്നത് മാതിരിയല്ല പ്രധാനമന്ത്രിയുടെ ജീപ്പിൽ കയറുക എന്ന് പറയുന്നത്. അതിൻ്റെ പ്രോട്ടോക്കോളുണ്ട്. ഇത്ര പേരുണ്ട്, ഇത്ര നമ്പറുണ്ട്, അതിൻ്റെ അകത്ത് സ്ഥലമുണ്ടായിരുന്നില്ല. അത് സിമ്പിൾ, അതേ ഉള്ളൂ കാരണം. അത് മാത്രമാണ് കാരണം. അവസാനം പുറന്തള്ളപ്പെട്ടത് ഇവിടെ 4 പേര് കയറാതിരുന്നതാണ്. അതിൽ പുറന്തള്ളപ്പെട്ടത് മറ്റൊന്നും കിട്ടാത്തത് കൊണ്ട് നിങ്ങൾക്ക് മറ്റൊന്നും കിട്ടാത്തത് കൊണ്ട് ഇതുപോലെയുള്ള വൃത്തികെട്ട ചീഞ്ഞ കുത്തിത്തിരിപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. അതെ, ഷാബു പ്രസാദ്, ശരിയാണ്, മാധ്യമപ്രവർത്തകർ ചീഞ്ഞ കുത്തിത്തിരിപ്പ് നടത്തുകയാണ് എന്നുള്ളതാണ് അങ്ങയുടെ വാദം. റിപ്പോർട്ടർ ചാനൽ, റിപ്പോർട്ടർ TV ഒരു കാര്യം ഞാൻ ഇനി മറ്റൊന്ന് പറയട്ടെ. ഇനി വേറൊന്ന് ഞാൻ പറയാം. നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ സഹപ്രവർത്തകൻ ഒരാൾ കഷ്ടപ്പെട്ട് എഴുതിയ ഒരു പുസ്തകം കൊണ്ട് ഒരു സ്റ്റേജിൽ ചെന്നപ്പോൾ ഞാനത് നോക്കിക്കോളാം എടുത്ത് മറ്റേയാളുടെ കയ്യിലോട്ട് എറിഞ്ഞു കൊടുത്ത് നിങ്ങളുടെ കൂട്ടത്തിലൊരുത്തനെ ഈ നാട്ടിലെ മുഖ്യമന്ത്രി പബ്ലിക്കായിട്ട് സ്റ്റേജിൽ അപമാനിച്ചു വിട്ടത് നിങ്ങൾക്ക് പ്രശ്നമല്ലേ? നിങ്ങൾ അതിനെപ്പറ്റി മിണ്ടിയിട്ടുണ്ടല്ലോ. എത്ര ക്രൂരമായിട്ടാണ്, എത്ര നികൃഷ്ടമായിട്ടാണ്, എത്ര നീചമായിട്ടാണ് ഈ നാട്ടിലെ മുഖ്യമന്ത്രി താങ്കളുടെ സഹപ്രവർത്തകനെ അപമാനിച്ചത്. താങ്കളുടെ സഹപ്രവർത്തകനെ ഇത് പ്രകോപനമുണ്ടാക്കേണ്ട വിഷയമല്ല ഷാബു പ്രസാദ്. നമ്മളിപ്പോ ഒരു നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു, അത് പിന്നെ നോക്കിക്കോളാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ മുഖ്യമന്ത്രി പിന്നെ നോക്കിക്കോട്ടെ. ഗവൺമെന്റിന് വേണമെങ്കിൽ നോക്കിക്കൊള്ളട്ടെ എന്ന്. അക്കാര്യത്തിൽ നമുക്കെന്ത് ചാട്ടിയാണുള്ളത്? ഗവൺമെന്റിനെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ റിപ്പോർട്ടർ TV അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഈ പറയുന്ന സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച് മുഖ്യമന്ത്രിക്ക് കൈമാറി മുഖ്യമന്ത്രി അത് പരിഗണിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും പോയി ഷാബു പ്രസാദ്. അക്കാര്യത്തിൽ നമുക്കെന്താണ്? ഷാബു പ്രസാദ് വെറുതെ ഒച്ചുണ്ടാക്കാണ്. ഷാബു പ്രസാദ് ഞാൻ പറയുന്നത് കേൾക്കണ്ട. ഇനി ഞാൻ ചോദ്യം ചോദിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഷാബു പ്രസാദിലേക്ക് തൽക്കാലം പോകുന്നില്ല. ഷാബു പ്രസാദ് അങ്ങേക്ക് ചോദ്യം വേണ്ട. താങ്കളോട് ആദ്യത്തെ ചോദ്യം മതി. താങ്കൾക്ക് അതുകൊണ്ട് തൃപ്തിയായി കഴിഞ്ഞിരിക്കുന്നു. ശരി, ആയിക്കൊള്ളട്ടെ. അങ്ങയുടെ വാദം ഏതായാലും പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പക്ഷേ ഷാബു പ്രസാദ്, ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു MP പോലും ഇന്ന് BJPക്കില്ല. ഒരു കേന്ദ്രമന്ത്രി പോലും ഇന്ന് BJPയുടെ കേന്ദ്രമന്ത്രിസഭയിലില്ല. ഒരു MLA പോലും ഉണ്ടോ എന്നുള്ളത് എനിക്കിപ്പോൾ സംശയമാണ്. ഒന്നുകൂടി ഫാക്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഉണ്ടെങ്കിൽ അത് വളരെ തുച്ഛമാണ്. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മലപ്പുറത്ത് നിന്ന് ഒരു ന്യൂനപക്ഷ സമുദായ അംഗം ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വരുന്നത്. ആ സ്ഥാനാർത്ഥിയെ
പ്രധാനമന്ത്രിയുടെ ജീപ്പിൽ കയറ്റും എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഞങ്ങളോട് അതിന് തൊട്ട് മുമ്പ് തന്നെ അവിടുത്തെ BJP-യുടെ പ്രധാന നേതാവ് കൂടിയായിട്ടുള്ള പാലക്കാട്ടെ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു. പക്ഷേ കയറ്റിയില്ല എന്നുള്ളതിന് ന്യായം പറയാൻ ഷാബു പ്രസാദിന് കഴിയുന്നില്ല എന്നുള്ളത് വളരെ ദയനീയമായി തോന്നുന്നു. ശ്രീ ഷാബു പ്രസാദ്, അപ്പോഴാണ് താങ്കൾ പറയുന്നത് നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സമാഹരിച്ചിട്ടുള്ള വികസന പദ്ധതികൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തപ്പോ മുഖ്യമന്ത്രി അത് സ്വീകരിച്ചില്ല വേണ്ട വിധത്തിലെന്ന്. എന്തൊരു ന്യായമാണ്, എന്തൊരു താരതമ്യമാണ് ശ്രീ ഷാബു പ്രസാദ്. ഇതിനൊക്കെ എന്ത് ന്യായം പറയാനാണ് കേശേ? ഷാബു പ്രസാദ് ആകെ വിഷമിക്കുന്ന ദിവസമാണെന്ന്. ഷാബു പ്രസാദ് സാധാരണഗതിയിൽ ഇങ്ങനെ വിഷമിച്ച് ഞാൻ കാണാറില്ല. പക്ഷേ ഇന്ന് ഷാബു പ്രസാദിന് ആകെ പിരിയിളകിയിരിക്കുകയാണ്. ഒരു പിരിയില്ല. എനിക്ക് നിങ്ങളോട് തോന്നുന്ന ഒരു വില കുറഞ്ഞ പുച്ഛവും. അല്ല, അങ്ങനെയാണ് എന്നോട് അടുത്ത ചോദ്യം അനുവദിക്കുക ശ്രീ ഷാബു പ്രസാദ്. അതെന്റെ വാക്കുകളിൽ ഉണ്ടാകും. എന്റെ അടുത്ത ചോദ്യം അനുവദിക്ക്. പറയട്ടെ, ചോദിക്കട്ടെ. ശരി, ചോദിക്ക്. 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരു BJP-ക്ക് ഒരു ന്യൂനപക്ഷ സമുദായാംഗം പോലും ഇല്ലാത്തത് എന്തുകൊണ്ട്? ചരിത്രത്തിൽ ആദ്യമായി കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു ന്യൂനപക്ഷ സമുദായാംഗം ഇല്ല. എന്തുകൊണ്ട്? BJP-ക്ക് സംസ്ഥാന നിയമസഭകളിൽ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ള പാർട്ടിയാണല്ലോ BJP. എന്തുകൊണ്ട് ഒരു സംസ്ഥാന നിയമസഭയിലും BJP-ക്ക് അംഗമില്ല? ഇനി ഉണ്ടെങ്കിൽ ആ അംഗത്തിന്റെ പേര് ഷാബു പ്രസാദിന് പറയാൻ പറ്റുമോ? ഏത് നിയമസഭയിലെന്ന് പറയാൻ പറ്റുമോ? മറുപടി. അല്ലഹേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ തന്നെയല്ലേ ഈ കടന്ന് വിളിച്ചു പോകുന്നത് BJP ഹിന്ദു വർഗീയ ഫാസിസ്റ്റ് മറ്റത് മറിച്ചത് ആന ചേന തേങ്ങാക്കൊല എന്നൊക്കെയുള്ള അങ്ങനെയുള്ള ഹിന്ദു വർഗീയ ഫാസിസ്റ്റ് പാർട്ടിയിൽ ഒരു മുസ്ലിം MP ഇല്ല എന്നും പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ തന്നെ ചോദിക്കുന്നത്. എന്തൊരു ഭോഷ്കാണിത്? നിങ്ങൾ ഹിന്ദു വർഗീയ ഫാസിസ്റ്റ് പാർട്ടിയാണോ? നിങ്ങൾ തന്നെ പറയുന്നു BJP ഹിന്ദു. അല്ല, നിങ്ങളാണല്ലോ പറയുന്നത്. BJP ഹിന്ദു വർഗീയ ഫാസിസ്റ്റ് പാർട്ടിയാണെന്ന്. അതേ നിങ്ങൾ പറയുന്നു BJP-യിൽ നിന്ന് ഹിന്ദുക്കളല്ല മറ്റേ മുസ്ലിങ്ങളില്ല എന്ന്. ഇത് രണ്ടും കൂടെ ഞങ്ങൾ നേരത്തെ ഹിന്ദു വർഗീയ ഫാസിസ്റ്റ് പാർട്ടിയാണ് എന്ന് പറഞ്ഞത് ശരിവെക്കുന്ന വിധത്തിലാണ് BJP നീങ്ങുന്നത് എന്നാണ് ഷാബു പ്രസാദ് ഇങ്ങോട്ട് പറഞ്ഞു തരുന്നത്. അല്ല, ഞാൻ പറയുന്നത് നിങ്ങളുടെ നിലപാടാണ് പറഞ്ഞത്. BJPക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും, BJPക്കോ സംഘപരിവാറിനോ നികേഷിൻ്റെ സർട്ടിഫിക്കറ്റോ നികേഷിനെ ബോധിപ്പിക്കേണ്ട കാര്യവും ഇല്ല. പക്ഷെ നിങ്ങളുടെ നിലപാട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ BJP ഹിന്ദു വർഗീയ ഫാസിസ്റ്റ് പാർട്ടിയാണെന്ന്. അതേ നിങ്ങൾ പറയുന്നു BJP അവകാശപ്പെടുന്നില്ല ഞങ്ങൾ ഫാസിസ്റ്റ് പാർട്ടിയില് ന്യൂനപക്ഷ അംഗങ്ങളില്ല എന്ന് നമ്മൾ പറയുന്നതിന് സ്വാഭാവികമായ ഒരു ന്യായീകരണമായി എന്നാണ് നമ്മളോട് വിശദീകരിക്കുന്നത്. ഷാബു പ്രസാദ്, എനിക്ക് മറ്റുള്ള അതിഥികളിലേക്ക് ആദ്യം ശ്രീ റിജിൽ മാക്കുറ്റിയിലേക്ക് ഞാൻ പോകാം. ശ്രീ റിജിൽ മാക്കുറ്റി, ഇതൊക്കെ തന്നെയും വലിയ വിഷയമായി കണക്കാക്കേണ്ടതുണ്ടോ? കാരണം നരേന്ദ്രമോദിയോടൊപ്പം അനുഗമിക്കാൻ ഒരു മുസ്ലിം സമുദായ അംഗമായിട്ടുള്ള മലപ്പുറത്തെ ഡോക്ടർ അബ്ദുൽ സലാമിന് സാധിക്കുന്നില്ല എങ്കിൽ അദ്ദേഹം തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം പറയുന്നത് സ്ഥലമില്ലാഞ്ഞിട്ടാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, ഞാൻ അങ്ങനെ അതിനെ ഗൗരവമായി എടുത്തിട്ടില്ല എന്ന്. ബാക്കിയുള്ളവർക്ക് എന്താണ് പ്രശ്നം എന്നുള്ളതാണ് ശ്രീ ഷാബു പ്രസാദ് ചോദിക്കുന്നത്. ശ്രീ നികേഷ്, യഥാർത്ഥത്തിൽ CA എന്താണെന്ന് പ്രാക്ടിക്കലായി നരേന്ദ്രമോദി കാണിച്ചു എന്നുള്ളതാണ് അതിന് കൊടുക്കാനുള്ള മറുപടി. എന്താണ് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോട് BJPയും സംഘപരിവാറും എടുക്കുന്ന നിലപാടെന്നും അവരെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി അകറ്റി നിർത്തുന്നതിന് വേണ്ടിയും CA ഉൾപ്പെടെയുള്ള കരിനിയമം പാസ്സാക്കിക്കൊണ്ട് അത് നടപ്പാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിലാണ് BJPയുടെ പാർലമെൻറ്റിൽ മത്സരിക്കുന്ന, ലോക്സഭയിൽ മത്സരിക്കുന്ന മലപ്പുറത്തുകാരനായ സ്ഥാനാർത്ഥി, അദ്ദേഹം മുസൽമാനായതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ മറ്റു 2 സ്ഥാനാർത്ഥികൾക്കും ഇടവുണ്ടല്ലോ. ഇപ്പം അദ്ദേഹത്തെ ഈ 2 പാലക്കാടെയും അതോടൊപ്പം തന്നെ പൊന്നാനിയിലെ സ്ഥാനാർത്ഥി മാത്രമാണ് പ്രധാനമന്ത്രിയോട് അനുഗമിക്കുക എന്നല്ല BJPയുടെ ഈ പര്യടനവുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ 3 സ്ഥാനാർത്ഥികളുടെ പേരുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അവിടെ കയറാൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും BJPയുടെ ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ
അബ്ദുൽ സലാമൊക്കെ അത് അനുഭവിക്കേണ്ട ആളാണ്. കാരണം ഈ നാടിനകത്ത് പ്രത്യേകിച്ച് ഈ 30 വെള്ളിക്കാശിന് 30 വെള്ളിക്കാശിന് എടുത്ത് പിന്നെ യേശുദേവനെ ഉറ്റുകൊടുത്ത യൂദാസിൻ്റെ പുതിയ രൂപങ്ങളാണ് അബ്ദുൽ സലാമും അബ്ദുള്ള കുട്ടിമാരൊക്കെ. അപ്പോൾ അതിൻ്റെ അകത്ത് അയാൾക്ക് കിട്ടണം, അയാൾക്ക് അത് പിന്നെ എന്താണ് പറയേണ്ടത്, അയാൾ അനുഭവിക്കണം എന്നുള്ളതാണ്. ഇത്രയും അപമാനിതനായി നിൽക്കുന്നു. എന്തിനു വേണ്ടിയാണ്? അധികാരത്തിനും പണത്തിനും വേണ്ടി ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തി പകരാൻ നിൽക്കുന്ന അബ്ദുൽ സലാമിന് കിട്ടിയ അടി തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ BJPയുടെ മുഖം തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇത് ഒരിക്കലും ഇവർ പറയുന്നത് പോലെ വണ്ടിയിൽ സ്ഥലമില്ലാഞ്ഞിട്ടല്ല. നരേന്ദ്രമോദിക്ക് അബ്ദുൽ സലാമിനുമായി ചേർന്ന് നിൽക്കുന്നതിനകത്ത് പ്രശ്നമുണ്ട് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാവാം അദ്ദേഹത്തെ മാറ്റി നിർത്തിയത്. തെരഞ്ഞെടുപ്പായതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും രാജ്യത്ത് ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയമാണ്. ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തെ പാർലമെൻറ്റ് ഉത്തർപ്രദേശിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ ഒരാൾ പോലും BJPക്ക് ഒരു ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരാൾ MP-മാരായിട്ടില്ല എന്ന് പറയുമ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്തിപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സാഹചര്യം ഇവിടെയുണ്ട്. പക്ഷേ കേരളത്തിൽ ഇവർ മറ്റൊരു രാഷ്ട്രീയം ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ആ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇടത്താണ് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരാൾ ജയരാജൻ മതന്യൂനപക്ഷങ്ങൾ BJPയിൽ നാണം കെടും എന്നാണ് ഇത് തെളിയിക്കുന്നതെന്നാണ് AK ബാലൻ പറഞ്ഞിട്ടുള്ളത്. മതന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുടെ മാറ്റി നിർത്തി എന്ന സന്ദേശം നൽകിയെന്നുള്ളത് അങ്ങനെ വളരെ കൃത്യമായി നിങ്ങൾ പറയുമ്പോൾ നേരത്തെ ഷാബു പ്രസാദ് ഞങ്ങളുടെ മേൽ, മാധ്യമങ്ങളുടെ മേൽ, റിപ്പോർട്ടർ TVയുടെ മേൽ ആരോപിച്ച കാര്യമുണ്ടല്ലോ, ഒരു വൃത്തികെട്ട മനോഭാവം, അത് നിങ്ങൾക്കാണ് ചേരുക CP ജയരാജൻ. ഇവിടെ നികേഷ് പറഞ്ഞ വിഷയം തീർച്ചയായിട്ടും ഈ സമൂഹമാകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണല്ലോ മോദി. ആ മോദി 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള റോഡ് ഷോവിന് വരുന്നു. ആ റോഡ് ഷോവിൽ എല്ലാ സ്ഥാനാർത്ഥികളെയും കേരളത്തിൽ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥികളെ തൻ്റെ കൂടെ സഞ്ചരിക്കാൻ അനുവദിക്കുന്നു. ഇവിടെ പാലക്കാട് നടത്തിയിട്ടുള്ള പരിപാടിയിൽ BJPയുടെ മറ്റ് 2 സ്ഥാനാർത്ഥികളെയും കൂടെ കൂട്ടുന്നു, അബ്ദുൽ സലാമിനെ കൂട്ടുന്നില്ല. അബ്ദുൽ സലാമിനോട് മാധ്യമപ്രതിനിധികൾ ചോദിച്ചപ്പോൾ അത് വണ്ടിയിലിടമില്ല എന്നാണ് പറഞ്ഞത്. നേരത്തെ നികേഷ് ഇവിടെ പറഞ്ഞതുപോലെ എല്ലാ മാധ്യമങ്ങളും കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തതാണ്. ഈ പാലക്കാട്, അതുപോലെ തന്നെ ഇവിടെ പൊന്നാനി, മലപ്പുറം, ഈ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥികളും മോദിയോടൊപ്പം റോഡ് ഷോവിൽ പങ്കെടുക്കും എന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ചതിന് ശേഷം ഒടുവിൽ ഒഴിവാക്കപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. അതിന് BJP പ്രതിനിധി എന്തെല്ലാം കരണം മറച്ചിലാണ് നടത്തുന്നത്. ഇത് ഒറ്റപ്പെട്ട കാര്യമല്ല. മോദി അതുപോലെ തന്നെ BJPയും ഈ നാടിനെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടുള്ള നടപടിയാണ് കൈക്കൊണ്ടിട്ടുള്ളത്. ഇത് ഒറ്റപ്പെട്ട കാര്യമല്ലല്ലോ. നമുക്കറിയാം, കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ BSP അംഗമായിട്ടുള്ള ഡാനിഷ് അലിയെ അദ്ദേഹത്തിൻ്റെ ജനിച്ച മതം സൂചിപ്പിച്ചുകൊണ്ട് ആക്ഷേപിച്ചത് ഒരു BJPയുടെ MP ആണല്ലോ. അപ്പോൾ ആ ഡാനിഷ് അലിയെ മതം സൂചിപ്പിച്ചുകൊണ്ട് ആക്ഷേപിച്ചിട്ടുള്ള BJP അംഗത്തെ സംരക്ഷിച്ച ഒരു പാർട്ടിയുടെ നേതാവ് പ്രധാനമന്ത്രി മോദി ഈ തരത്തിൽ പെരുമാറിയതിൽ നമ്മുടെ നാട്ടിലെ ചിന്തിക്കുന്ന ആളുകൾക്കൊന്നും യാതൊരു അതിശയവുമില്ല. പക്ഷേ ഈ രാജ്യത്തിലെ മോദിയും BJPയും ഈ രാജ്യത്തിലെ ജനങ്ങളെയാണ് ആക്ഷേപിക്കുന്നത്, ജനങ്ങളെയാണ് അങ്ങേയറ്റം അപമാനിക്കുന്നത്. അതിന് മോദിയും BJPയും ഈ നാടിനോട് മാപ്പ് പറയുകയാണ് വേണ്ടത്. അത്രമേൽ അപമാനകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് മോദിയും BJPയും നടത്തിയിട്ടുള്ളത്. അതിന് ജനങ്ങളോട് മാപ്പ് പറയുകയാണ് വേണ്ടത്. അതിനാണ് സമൂഹം BJPയോടും മോദിയോടും ആവശ്യപ്പെടേണ്ടത്. അങ്ങനെ ഉണ്ടോ ഷാബു പ്രസാദ്? മോദി മാപ്പ് പറയേണ്ട വിഷയം ഇവിടെ ഉണ്ടോ? നേരത്തെ ഇവിടെ ചില സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചു. പാർലമെന്റിൽ ഡാനിഷ് അലിക്കുണ്ടായിട്ടുള്ളത് നോക്കൂ. BJP എന്തുകൊണ്ടാണ് മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്താത്തത് എന്ന ചോദ്യത്തിന് അസം മുഖ്യമന്ത്രി അടക്കം ഞങ്ങൾക്ക് മുസ്ലിം വോട്ടുകൾ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 80-20 സെഗ്മെൻറ്റുകളെ കുറിച്ചാണ് അന്നത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന യോഗി ആദിത്യനാഥ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പോൾ 80% ഇപ്പുറത്തുള്ളപ്പോൾ 20% 80%-ത്തിനെതിരായിട്ടുള്ള 20%-ആയിട്ടാണ് അവരെ കാണുന്നത് BJP. ഇത് ഇപ്പോൾ ഞാനിപ്പോൾ മോദി മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരി, മോദി എന്താ AKG സെൻറ്ററിൽ വന്നിട്ട് P. ജയരാജൻ്റെ കാലെ പിടിച്ച് മാപ്പ് പറയണമെന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്?
ഓക്കെ അവർക്കൊക്കെ സ്വപ്നം കാണാനുള്ള അവകാശങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇതൊന്നും ആരും നിങ്ങളെപ്പോലുള്ളവരല്ലാതെ ഇതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല. കിട്ടുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, ഇപ്പോൾ തൃശ്ശൂർ നടക്കുന്നു, ഇപ്പോൾ വലിയൊരു ഒരു സ്റ്റാർ കോമ്പറ്റീഷനാണ് അവിടെ നടക്കുന്നത്, സ്റ്റാർ ഫൈറ്റാണ് നടക്കുന്നത്. അവിടുത്തെ വിഷയങ്ങൾ എന്താണ്? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ എന്താണ്? സുരേഷ് ഗോപി കൊടുത്ത അല്ല, എവിടെയും ഞാൻ ജനറലായിട്ട് പറഞ്ഞതാണ്, ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ജനകീയ വിഷയങ്ങളാവണം, ആ ജനകീയ രാഷ്ട്രീയമാവണം. ഇതൊക്കെ അതിന് പകരം 4 പേരെ ഒരു ഓപ്പൺ ജീപ്പിൽ, അതും പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന ജീപ്പിൽ കയറ്റാൻ കഴിയുള്ളൂ എന്നേ. അല്ല, അങ്ങനെയാണെങ്കിൽ വളരെ നേരത്തെ അതിന് കൊടുത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ റോഡ് ഷോ വരുന്ന സമയത്ത് സ്ഥാനാർത്ഥികൾക്കല്ലേ അവിടെ കെ സുരേന്ദ്രൻ എന്ത് കാര്യം? ഇനി അഥവാ ഒരാള് കൂടിപ്പോയി എന്നാണ്. കെ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ് മിസ്റ്റർ. BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ് കെ സുരേന്ദ്രൻ. അയാൾ പിന്നെ നിൽക്കാതെ സംസ്ഥാന പ്രസിഡന്റ് അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ല, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എവിടെ നിൽക്കണം, എങ്ങനെ നിൽക്കണം, എവിടെ അധ്യക്ഷണം വഹിക്കണമെന്ന് തീരുമാനിക്കുന്നത് റിപ്പോർട്ടർ ചാനലും നികേഷുമാണോ? റിപ്പോർട്ടർ ചാനലിനോ അല്ലെങ്കിൽ നികേഷിനോ ഒക്കെ വളരെ പരിമിതമായ റോളേ ഇല്ലൂ, അല്ലെങ്കിൽ റോളേ ഇല്ല. പക്ഷേ ശ്രീ ഷാബു പ്രസാദ്, ഇനിയിപ്പോ സ്ഥാനാർത്ഥികളെ 3 പേരെ മാത്രമേ, നരേന്ദ്രമോദിയെ കൂടാതെ 3 പേരെ നിർത്താൻ കഴിയൂ എങ്കിൽ ശ്രീ ഷാബു പ്രസാദ് ആ സുരേന്ദ്രനെ പിടിച്ച് താഴെ ഇരുത്തണം. സുരേന്ദ്രനോട് പറയണം ബാക്കിൽ വണ്ടിയുണ്ട്, ആ വണ്ടിയിൽ വന്നാൽ മതി, പകരം അബ്ദുൽ സലാമിനെ കയറ്റണമെന്ന് പറയണം. അബ്ദുൽ സലാമിനെ കയറ്റണമെന്ന് പറയേണ്ട കാര്യം എന്തുകൊണ്ടാണ്? അബ്ദുൽ സലാമിന്റെ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട BJP പ്രവർത്തകര് പാലക്കാട്ടെ റോഡ് ഷോയിൽ അണിനിരന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു കാര്യം ഞാൻ പറയട്ടെ, BJPയുടെ ഒരു പരിപാടിയിൽ ആരെ ഓരോരുത്തർക്കുള്ള റോൾ എന്താണ്, എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ലേ. അതിന് BJPക്ക് സംഘടനാ സംവിധാനമുണ്ട്, അത് അവർ നല്ല വൃത്തിയായിട്ട് ചെയ്തോളും. നിങ്ങളെ കൊണ്ട് കഴിയുന്നൊരു കാര്യമുണ്ട്, ഇതുപോലെയുള്ള ചീഞ്ഞ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളത്. ആകെ വൃത്തിയായിട്ട് നിങ്ങൾക്കൊക്കെ ചെയ്യാൻ അറിയാവുന്ന ഒരു പണി അത് മാത്രമാണ്. അതങ്ങ് ചെയ്യും നിങ്ങൾ, അതേ ഉള്ളൂ. അത് അല്ലാതെ ചോദിക്കാൻ മലപ്പുറത്തെ സ്ഥാനാർത്ഥിയെ കൂട്ടില്ല എന്ന് പറയുന്നത് നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും ഓർത്ത് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ഇത് ചോദിക്കാൻ നിങ്ങളാരാണ്? BJPയുടെ ഒരു പരിപാടിയിൽ നടന്ന ഒരു കാര്യത്തിനെ പറ്റി ചോദിക്കാൻ നിങ്ങളാരാണ്? നിങ്ങൾ പോയി CPM-ന്റെ കാര്യം അന്വേഷിക്കണം. BJP കൂടുതൽ തുറന്നു കാട്ടപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ മലപ്പുറത്ത് BJPക്ക് വേറെ സ്ഥാനാർത്ഥിയെ നിർത്താമായിരുന്നു. BJPയുടെ കാര്യം BJP നോക്കിക്കോളൂന്നേ. നിങ്ങൾ എന്തിനാണ് അതിന്റെ അതി വേവലാതിപ്പെടുന്നത്? നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ ഭരണകക്ഷിയല്ലേ? താങ്കൾ ഇപ്പോൾ പറഞ്ഞ പോയിന്റിൽ എന്തുകൊണ്ടാണ് 2021-ലും 2024-ലെ ബൈ ഇലക്ഷനിലും 2024 പൊതു തെരഞ്ഞെടുപ്പിലും BJP വീണ്ടും മലപ്പുറത്ത് ഹിന്ദു സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ടിരുന്നത്? വളരെ സീരിയസ് ആയിട്ടുള്ള ചോദ്യമാണ് ശ്രീ ഷാബു പ്രസാദ്, കളിതമാശയല്ല. 21 ബൈ ഇലക്ഷനിലും 24 ജനറൽ ഇലക്ഷനിലും BJP വീണ്ടും മുസ്ലിം സ്ഥാനാർത്ഥികളിലേക്ക് വരികയാണ് മലപ്പുറത്ത്. നമുക്കറിയാം മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ്. അങ്ങനെ ഉള്ളപ്പോൾ തന്നെ 9-ലും 14-ലും 17-ലും 19-ലും ഒന്നും തന്നെയും BJP മുസ്ലിം സ്ഥാനാർത്ഥികളെ അല്ല നിർത്തിയിട്ടുള്ളത്. പക്ഷേ 21-ലും 24-ലും മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. നോക്കൂ, ഇതേപോലെ തന്നെ മുസ്ലിം മഹാഭൂരിപക്ഷമുള്ള ലോക്സഭാ മണ്ഡലങ്ങൾ ഉള്ള ഇടങ്ങളിലും
BJP മുസ്ലിം സ്ഥാനാർത്ഥികളെ അല്ല നിർത്താറുള്ളത്, ഹിന്ദു സ്ഥാനാർത്ഥികളെയാണ് നിർത്താറുള്ളത്. അവിടെ മുസ്ലിം വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് തന്ത്രം ആവിഷ്കരിക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ കേരളത്തിലും നേരത്തെ ഹിന്ദു സ്ഥാനാർത്ഥികളെ നിർത്തിയെടുത്തപ്പോൾ മുസ്ലിം സ്ഥാനാർത്ഥികളെ തന്നെ കൊണ്ടുവന്നു. എന്തുകൊണ്ടാണ് മറ്റിടങ്ങളിൽ നിങ്ങൾക്ക് ഹിന്ദു സ്ഥാനാർത്ഥികളെ നിർത്താം, ഇവിടെ മുസ്ലിം സ്ഥാനാർത്ഥി തന്നെ വേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ആ നിലയിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ തീരുമാനിച്ചോളാമെല്ലാം, നിങ്ങൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അതുകൊണ്ടാണ് ഒരൊറ്റ സ്ഥാനാർത്ഥി പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ പോകുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്ന്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സ്ഥാനാർത്ഥി പോലും മത്സരിക്കാതെ പോകുന്നത്. കേന്ദ്രമന്ത്രിസഭയിൽ ഒരൊറ്റ അംഗം പോലും മുസ്ലിം വിഭാഗത്തിൽ നിന്നില്ലാതെ നിങ്ങൾ തീരുമാനിക്കുന്നതുകൊണ്ട് തന്നെയാണ്. പക്ഷേ എന്താണ് ആ സ്ട്രാറ്റജി? നേരത്തെ ഹിന്ദു സ്ഥാനാർത്ഥികൾ മാത്രം മത്സരിച്ചിരുന്ന മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ മുസ്ലിം സ്ഥാനാർത്ഥി. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ നിങ്ങൾ ഹിന്ദു സ്ഥാനാർത്ഥികളെ മാത്രമാണ് നിർത്തുക, കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് മുസ്ലിം സ്ഥാനാർത്ഥി? എനിക്കൊന്ന് പറഞ്ഞു തരൂ ശ്രീ ഷാബു പ്രസാദ്, താങ്കളൊരു രാഷ്ട്രീയ നിരീക്ഷകനല്ലേ? അല്ല, ഒരു കാര്യമുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പിലും മികച്ച സ്ഥാനാർത്ഥികൾ, ഓരോ മണ്ഡലത്തിന് അനുയോജ്യമായ മികച്ച സ്ഥാനാർത്ഥികളെ നിർത്താനാണ് ഏത് പാർട്ടിയും ശ്രമിക്കുന്നത്. BJPയും ശ്രമിച്ചു. ഇപ്പോൾ അബ്ദുസലാം നല്ലൊരു സ്ഥാനാർത്ഥിയായി വന്നു. അത് അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ടാണോ എന്നൊന്നും പറയാൻ ഞാനാളല്ല. അദ്ദേഹം ആ മണ്ഡലത്തിന് പറ്റിയ നല്ല ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന് BJPക്ക് തോന്നി അവർ നിർത്തി. ഇതിനു മുമ്പും അങ്ങനെ തന്നെയാണ്. ആ മണ്ഡലത്തിന് പറ്റിയ സ്ഥാനാർത്ഥി ആരാണോ അവരെ നിർത്തുക എന്നുള്ളത്. അങ്ങനെ തന്നെയാണ് ഇവിടെ ഈ മലപ്പുറവും പൊന്നാനിയും പോലുള്ള ഈ UPയിലെയൊക്കെ മണ്ഡലങ്ങളിൽ നോൺ മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് BJP വൻ വിജയം നേടുന്നു. അങ്ങനെ കഴിഞ്ഞില്ല. കാര്യം ഇവിടുത്തെ വോട്ടർമാർക്ക്, ഈ പൊതുവെ ഭാരതത്തിലെ വോട്ടർമാർക്കില്ലാത്ത ഈ പറഞ്ഞ പോലെ വർഗീയ അല്ലെങ്കിൽ സാമുദായിക കാഴ്ചപ്പാട് നിങ്ങൾക്കേ ഉള്ളൂ. അവർക്ക് വേണ്ടത് ഒരു മണ്ഡലത്തിൽ നിന്ന് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടത് എന്താണ്? ഇറസ്പെക്റ്റീവ് ഓഫ് റിലിജിയൻ, കാസ്റ്റ് ഓർ ക്രീഡ്, അവരുടെ കാര്യങ്ങൾ, ആ നാട്ടിലെ ജനകീയമായ കാര്യങ്ങൾ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടത് അവതരിപ്പിക്കാനും പരിഹരിക്കാനും കഴിയുന്ന ഒരു ജനപ്രതിനിധി. വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റിലൂടെയാണ് ശ്രീ ഷാബു പ്രസാദ് താങ്കൾ കടന്നു പോകുന്നത്. നോക്കൂ, കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ട് ഏതാനും മാസങ്ങളോ ദിവസങ്ങളോ അല്ലേ ആയിട്ടുള്ളൂ. ഈ 5 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരിടത്തു പോലും BJPക്ക് ഒരു നിയമസഭാ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല, മുസ്ലിം നിയമസഭാ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. ഒന്ന്, ഉത്തർപ്രദേശിൽ നേരത്തെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ റിജിൽ മാക്കുറ്റി ചൂണ്ടിക്കാണിച്ചതുപോലെ കേൾക്കുന്നുണ്ടല്ലോ. എന്റെ ചോദ്യം ഒന്ന് പൂർത്തിയാക്കട്ടെ. 403 UP നിയമസഭയിൽ ഒരൊറ്റ മുസ്ലിം സ്ഥാനാർത്ഥി പോലും ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട് ശ്രീ ഷാബു പ്രസാദ്. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് അതല്ല നിങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി നിർണയ രീതി. ഏറ്റവും ഒടുവിൽ ഈ 2 തെരഞ്ഞെടുപ്പുകളിലെങ്കിലും അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. ഞാൻ ഇനി നേരത്തെ പറഞ്ഞ പോലെ ഒരു ചീഞ്ഞളിഞ്ഞ ഒരു അസംഷൻ പറയട്ടെ. മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് വോട്ട് വിഭജനത്തിന് അതിൻ്റേതായിട്ടുള്ള മാർഗങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് AMIMനെയൊക്കെ ഉപയോഗിച്ച് പലയിടങ്ങളിലും ബീഹാറിൽ അവിടെ മുസ്ലിം ഭൂരിപക്ഷ ലോക്സഭാ മണ്ഡലങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിലും AMIMനെ പൊടുന്നനെ കൊണ്ടുവരുന്നു, അവിടെ നിർത്തുന്നു. പെട്ടെന്ന് AMIMന് ഭയങ്കരമായി വോട്ട് കിട്ടുന്നു. അതെങ്ങനെയാണ് ഭയങ്കരമായി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെട്ടെന്ന് വന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഭയങ്കരമായി വോട്ട് കിട്ടുന്നു എന്നുള്ളതിൻ്റെ ശാസ്ത്രമൊന്നും എനിക്കറിഞ്ഞൂടാ. എൻ്റെ അറിവ് കുറവാണ് ശ്രീ ഷാബു പ്രസാദ്, പല കാര്യങ്ങളിലും അത്രേ അറിവുള്ളൂ എന്നുള്ളതുകൊണ്ടായിരിക്കും പെട്ടെന്ന് അവർക്ക് ഭയങ്കരമായി വോട്ട് കിട്ടും, BJP സ്ഥാനാർത്ഥി ജയിക്കും. പക്ഷെ കേരളത്തിൽ അത് നടക്കുന്നില്ല ശ്രീ ഷാബു പ്രസാദ്, എന്തേ? ഹലോ, പറയൂ സാർ. ഹലോ, കേൾക്കാവോ? ഓക്കെ. നികേഷേ, ഞാനത് തന്നെ നല്ല വ്യക്തമായ മലയാളത്തിൽ ഞാൻ പറഞ്ഞത്. ഓരോ മണ്ഡലങ്ങളിലും അവിടുത്തെ ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത് ആരെ വിജയിപ്പിക്കണമെന്ന്. ആണോ? ജനങ്ങളാണോ തീരുമാനിക്കുന്നത്? ഞാനിപ്പോ ഈ ഫോണില് ഒരു പേര് കുത്തിയാൽ ചിലപ്പോൾ മാറി പേര് വരാറുണ്ട്. അതുപോലെ എന്തെങ്കിലും എൻ്റെ അറിവിൽ എനിക്കറിയില്ല. കാര്യം നിങ്ങൾക്ക് മാറിപ്പോയിരിക്കും, പക്ഷെ പൊതുജനം അത്രയും വിവരദോഷികളല്ല. ടെക്നോളജി ആണല്ലോ സാർ. നികേഷ് കുമാർ അല്ലല്ലോ ഈ പറയുന്ന നമ്പർ കുത്തുമ്പോൾ മാറിപ്പോകാം, അല്ലെങ്കിൽ നമ്മൾ കുത്തുന്ന നമ്പർ തന്നെ വരണമെന്നില്ല. ഫോണിൽ അങ്ങനെ പല പ്രശ്നങ്ങളും. അതായത് തലയ്ക്ക് സ്ഥിരമുള്ളവർക്കാർക്കും അത് മാറില്ല. നികേഷ് കുമാറിന് മാറുമായിരിക്കും, പക്ഷെ തലയ്ക്ക് ബോധമുള്ളവർക്കാർക്കും മാറില്ല. അങ്ങനെ എന്തായാലും കഴിഞ്ഞ 10 പെട്ടെന്ന് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ അവതരിക്കുന്നു, എന്നിട്ട് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ മാത്രം സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. 5 നിയമസഭാ മണ്ഡലങ്ങൾ അവർക്ക് കിട്ടുന്നു. ബാക്കിയുള്ള ഇടങ്ങളിൽ ജയിക്കാൻ ആവശ്യമായിട്ടുള്ള, അതായത് BJPക്ക് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള വോട്ടുകൾ
ഇവർ സമ്പാദിക്കുന്നു, അങ്ങനെ BJP ജയിക്കുന്നു. അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ സംഭവം. ശ്രീ ഷാബു പ്രസാദിനോട് എനിക്ക് വിശദമായി സംസാരിക്കാനുണ്ട്, പക്ഷേ ഒരു ഇടവേള ആവശ്യമായി വരുന്നു എന്നുള്ളതാണ് പ്രശ്നം. പറഞ്ഞോളൂ, പൂർത്തിയാക്കൂ അങ്ങ്. അല്ല, ഈ നാട്ടിലെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി പാർട്ടികൾ ഇലക്ഷന് മത്സരിക്കും. ചിലർക്ക് വോട്ട് കിട്ടും, ചിലർക്ക് കിട്ടില്ല. ഇതിനെയൊക്കെയാണ് നിങ്ങൾ അതായത് നിങ്ങളുടെയൊക്കെ ഒരു അസംഷൻ ഉണ്ട്. ഒരു കാരണവശാലും BJPക്ക് ഒരു മുസ്ലിം വോട്ട് പോലും കിട്ടാൻ പാടില്ല, കിട്ടില്ല. അഥവാ കിട്ടിയാൽ അത് AEM കൊണ്ട് കൊടുത്തതാണ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൊണ്ട് കൊടുത്തതാണ്. ഇതൊക്കെ നിങ്ങളുടെ തൽക്കാലത്തെ ഒരു ആത്മസംതൃപ്തിക്ക് ഇങ്ങനെയുള്ള ചിന്താഗതികൾ വളരെ നല്ലതായിരിക്കും. ആയിക്കോളൂ. പക്ഷെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇതല്ല. മുസ്ലിം നാമധായ അങ്ങയിലേക്ക് ഞാൻ വരാം. ഇല്ല, പറഞ്ഞോളൂ. ഷാബു പ്രസാദ് പറയുന്നത് കേൾക്കാനാണ് ഞാൻ കാത്തിക്കുന്നത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമാണ്. ഷാബു പ്രസാദിന് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ളത് കൊണ്ട് ഞാൻ ഷാബു പ്രസാദിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. എനിക്ക് അത്യാവശ്യം നല്ല അത് നിങ്ങളുടെ ആ ധാരണ മാറണമെങ്കിൽ പണ്ട് ഇറങ്ങിപ്പോയ കിണറ്റിൽ നിന്ന് കയറി വന്ന് ലോകം എന്താ സൗര്യ വെളിച്ചം എന്താന്ന് കാണണം. ഷാബു പ്രസാദ് ഈ ലോകം തിരിഞ്ഞിട്ടില്ലേ? 2016 ഇറങ്ങിപ്പോയ കിണറ്റിലാണ് കിടക്കുന്നത്. മെസ്സഞ്ചർ ഷൂട്ടിയാണ് ചെയ്യുന്നത്. ഷാബു പ്രസാദ് ആദ്യഘട്ടത്തില് ഈ എന്റെ ചാനലിൽ വേറൊരു സഹപ്രവർത്തകനെ ആക്രമിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു. തോന്നലുണ്ടാക്കുന്ന വിധത്തിൽ ചില നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തില് നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. എനിക്കത് യാതൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല ഷാബു പ്രസാദ്. പക്ഷെ നിങ്ങളുടെ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ നിങ്ങള് ഹിന്ദു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, നിങ്ങൾക്ക് പെട്ടെന്ന് മറ്റൊരു RJDയുടെയോ അല്ലെങ്കിൽ JDUവിന്റെയോ ഒക്കെ സ്ഥാനാർത്ഥിയാണ് എതിർവശത്തുള്ളത് എങ്കിൽ പെട്ടെന്ന് AMIMുമായിട്ട് മത്സരിക്കുമ്പോൾ അവർക്ക് വോട്ട് നെടുനീളെ സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഷാബു പ്രസാദ് പിന്നെ ഈ രാജ്യത്തെ കുറിച്ച് പൊതുവായ നല്ല ജ്ഞാനമുള്ള ആളായതുകൊണ്ട് കൂടുതൽ അവഗാഹമായ ഒരു അറിവ് എനിക്ക് കിട്ടുമല്ലോ എന്നുള്ളതായിരുന്നു എന്റെ പ്രതീക്ഷ. നികേഷേ, ഓക്കെ നികേഷേ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. BJP മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ ജയിക്കുന്നത് ആ നാട്ടിലെ മുസ്ലിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾക്കത് അത്ഭുതമാണെന്ന് പറയുന്നു. ആ അത്ഭുതം മാറണമെങ്കിൽ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ പണ്ട് നിങ്ങൾ ഇറങ്ങിപ്പോയ കിണറ്റിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങിക്കോളാം ശ്രീ ഷാബു പ്രസാദ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അതൊക്കെ തിരുത്തിക്കോളാം ശ്രീ ഷാബു പ്രസാദ്. കാരണം എനിക്ക് അങ്ങനെ ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ്, ഈഗോയൊന്നും ഇല്ലാത്ത ആളാണ്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും വിമർശനങ്ങൾ വരുമ്പോൾ ഞാനത് തിരുത്താൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ എത്ര കണ്ട് നീചമായി താങ്കൾ ആക്രമിച്ചാലും ഞാൻ ഇവിടെ ഉന്നയിക്കാൻ ഉദ്ദേശിച്ച വിഷയങ്ങളെല്ലാം ഉന്നയിച്ചിട്ടേ ഇന്ന് പോകൂ. ചെറിയ ഇടവേള. ഇപ്പോൾ ശ്രീ P. ജയരാജൻ, നേരത്തെ ശ്രീ ഷാബു പ്രസാദുമായി ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയത്തിൽ താങ്കൾക്ക് എന്തോ പറയാനുണ്ടായിരുന്നു. നോക്കൂ, ആ വിഷയം ഞാൻ ഇങ്ങനെ അതിനെ ഈ ഒരു പോയിന്റിലൂടെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കാം. നോക്കൂ, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നോക്കൂ, 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ BJPക്ക് മലപ്പുറത്തല്ലാതെ മറ്റൊരിടത്ത് മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ 50% മുസ്ലിം വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലത്തിലും BJP ജയിക്കും. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ജയിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾക്ക് മുസ്ലിം ജനവിഭാഗം വോട്ട് ചെയ്യുന്നുണ്ട്, കൂടുതൽ മുസ്ലിങ്ങളും വോട്ട് ചെയ്യുന്നത് BJPക്കാണ് എന്ന നിലയിലുള്ള വിശദീകരണമായിരിക്കും BJPയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. ഒരുപക്ഷെ അതിനോടൊപ്പം തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ AMIM എന്ന പാർട്ടിയെ പോലുള്ള ചില കങ്കാണികളുണ്ടല്ലോ, ആ കങ്കാണികൾ അവിടെ സ്ഥാനാർത്ഥിയെ കൊണ്ടു നിർത്തും. അവർ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിരിക്കും അവിടെ പ്രവർത്തനം തന്നെ നടത്തുക, പക്ഷേ അവർക്കായിരിക്കും വോട്ട് കൂടുതലായി ലഭിക്കുക. അപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള ഒരു വിലയിരുത്തലുണ്ടോ? BJPയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സ്ഥാനാർത്ഥികൾ വേണമെന്നില്ല, അവർക്ക് ഹിന്ദു സ്ഥാനാർത്ഥികൾ തന്നെ മതി, അതും അഗ്രസീവായി സംസാരിക്കുന്ന ഹിന്ദു സ്ഥാനാർത്ഥികൾ തന്നെ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് ബഹ്റംപൂരിൽ, അതായത് പശ്ചിമ ബംഗാളിലെ ബഹ്റംപൂരിൽ അധിർ രഞ്ജൻ ചൗധരി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ പദവി വഹിക്കുന്ന ആളാണല്ലോ. ഔദ്യോഗികമായി ആ പദവി ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് എതിരെ ഇപ്പോൾ ഒരു ക്രിക്കറ്ററെ, മുസ്ലിം പേരുള്ള ഗുജറാത്തി ആയിട്ടുള്ള ഒരു ക്രിക്കറ്ററെയാണ് നിർത്തിയിരിക്കുന്നത്. BJP അവിടെ അവരുടേതായ സ്ഥാനാർത്ഥിയെ നിർത്തും. ഫലം നമുക്ക് ഏതാണ്ട് ഊഹിക്കാവുന്ന തരത്തിലാണ് അവിടെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് പോലും അതിന് ഒത്താശ ചെയ്യുന്നു എന്നുള്ള തോന്നൽ അവിടെ ഉണ്ട് വളരെ പ്രധാനമായി. നമുക്ക് ഇവിടെ അപ്പോഴാണ് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തുന്നതും അദ്ദേഹത്തെ പരസ്യമായി സ്നബ് ചെയ്യുകയും ചെയ്യുന്നു. ഇതൊക്കെ ഈ പൊളിറ്റിക്സ് എങ്ങനെയാണ് ശ്രീ P. ജയരാജൻ താങ്കൾ വിലയിരുത്തുന്നത്?
അതായത് ഈ BJP പ്രതിനിധി സാബു പ്രസാദ് പറയുന്നതിൽ ചില കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ, ഒന്ന്, രാജ്യത്തിലെ മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരായിട്ട് കണക്കാക്കുന്ന RSSൻ്റെ പ്രത്യയശാസ്ത്രം അനുസരിച്ചാണ് ഈ രാജ്യത്തിലെ BJP ഭരിക്കുന്നത്. അപ്പോൾ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക. ഇപ്പോൾ രാമക്ഷേത്ര ബാബരി മസ്ജിദ് തർക്കത്തിൻ്റെ വിഷയമെടുക്കൂ. എന്താണ് BJP നേതാക്കന്മാരായിട്ടുള്ള ചിലർ ഉപദേശിച്ചത്? ഇത് ഞങ്ങളുടെ ദേശീയ പുരുഷനാണ്, അപ്പോൾ അതുകൊണ്ട് ശ്രീരാമൻ്റെ പേരിലുള്ള ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു, അവിടെ പള്ളി പൊളിച്ച് ക്ഷേത്രം ഉണ്ടാക്കുന്നതിന് ന്യായീകരണം കണ്ടെത്താൻ അവർ ശ്രമിച്ചു. എന്നിട്ട് മുസ്ലിം ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ഒരു വിഷയത്തിലല്ലേ വിട്ടുവീഴ്ച ചെയ്യേണ്ടൂ, ആ സ്ഥലം ഞങ്ങൾക്ക് വിട്ടുതരൂ, അത് ഞങ്ങളുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. അത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് അയോധ്യ വിഷയത്തിൽ മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ട ചിലരെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞതുപോലെ ഇപ്പോൾ പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ BJP ഹിന്ദു സ്ഥാനാർത്ഥികളെ നിർത്തുന്നു, എന്നിട്ട് ജയിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് RSSൻ്റെ അജണ്ടയാണല്ലോ നടപ്പാക്കുന്നത്. രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൗരന്മാരായിട്ട് കണക്കാക്കുന്ന RSSൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ കൃത്യമായിട്ടുള്ള പ്രയോഗമാണ് നടത്തുന്നത്. പക്ഷേ പുള്ളിപ്പുലിയുടെ പുള്ളി മായില്ല എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സ്ഥാനാർത്ഥികളായിട്ട് നിർത്തുന്നുണ്ട് എന്ന പ്രതീതി നിർമ്മാണം, അത് സംഘപരിവാരത്തിൻ്റെ ഒരു അജണ്ടയാണല്ലോ. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പ്രചരിപ്പിച്ച് ഒരു പ്രതീതി നിർമ്മിക്കുക. ആ പ്രതീതി നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ മലപ്പുറത്തൊരു മുസ്ലിം സ്ഥാനാർത്ഥി, അതായത് മലപ്പുറത്ത് മാത്രമാണ് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഉള്ളത്. ഇന്ത്യയിൽ 50% മുകളിൽ മുസ്ലിം ജനപ്രാതിനിധ്യമുള്ള ഇടങ്ങളിൽ മുസ്ലിം സ്ഥാനാർത്ഥികളില്ല. അപ്പോൾ അതെന്തുകൊണ്ട് കേരളത്തിൽ മാത്രമുണ്ട്, മറ്റിടങ്ങളിലില്ല? അതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൻ്റെ സവിശേഷതയുണ്ട്. ഈ രാജ്യത്ത് പലയിടത്തും സംഘപരിവാരം നടത്തിയിട്ടുള്ള വർഗീയ പ്രചരണത്തിന് വിധേയമായി വോട്ട് ബാങ്ക് രൂപപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ കേരളത്തിൽ രൂപപ്പെടുത്താൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ഈ കേരളത്തിൽ മതനിരപേക്ഷ മനസ്സ് അത്രമാത്രം ശക്തമാണ്. RSSന് കേരളത്തിൽ നുഴഞ്ഞു കയറാനുള്ള ഒരു സാധ്യതയില്ലാത്തൊരു സ്ഥലമാണ് കേരളം എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ സ്ഥാനാർത്ഥികളായിട്ട് നിർത്തുന്നത്. ഞാൻ നികേഷ് വേറൊരു കാര്യം പറയാണ്. നേരത്തെ ചർച്ചയിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അനുഭവിക്കണം. ആര്? അബ്ദുൽ സലാം അനുഭവിക്കണം എന്ന് മാത്രമല്ല, അബ്ദുള്ളക്കുട്ടി അനുഭവിക്കണം. ഞാൻ ആ കോൺഗ്രസ് നേതാവിനോട്, തീർച്ചയായിട്ടും കോൺഗ്രസ് നേതാവിനോട് ചോദിക്കുകയാണ്, ഈ കേരളത്തിലെ UDFൻ്റെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിച്ച, അല്ലെങ്കിൽ UDF ഗവൺമെൻറ് ഭാഗമായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിരുന്ന 4 പേരിപ്പം BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്, ഇല്ലേ? മാവേലിക്കരയിൽ മത്സരിക്കുന്ന ബൈജു കലാശാല, അതുപോലെ തന്നെ അനിൽ ആൻ്റണി, ഈ പറയുന്ന അബ്ദുൽ സലാം UDF ഗവൺമെൻറ് കാലത്ത് വൈസ് ചാൻസലറായിട്ടുള്ള നിർദ്ദേശിച്ചിട്ടുള്ള ആളാണല്ലോ. അതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെതിരായിട്ട് മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി, കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച C രഘുനാഥ്. 4 സ്ഥാനാർത്ഥികൾ. ആ 4 സ്ഥാനാർത്ഥികൾ നിങ്ങൾ സംഭാവന ചെയ്ത സ്ഥാനാർത്ഥികളാണ്. കാരണം BJPയും കോൺഗ്രസും തമ്മിലുള്ള അതിർവരമ്പ് അത്ര നേരിയതാണ് എന്ന അടിസ്ഥാനത്തിൽ അവർ മറുകണ്ഠം ചാടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതേപോലെയുള്ള അനുഭവങ്ങൾ എത്രയുണ്ടാകും എന്നാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട് ചോദിക്കാനുള്ളത്. കാരണം അധികാരത്തിൻ്റെ പിറകെ ഓടുന്ന കോൺഗ്രസ് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ 4 പേരും ഇപ്പോൾ BJP സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നത്. അതിൽ ഒരു സ്ഥാനാർത്ഥി മാത്രം അനുഭവിച്ചാൽ പോരല്ലോ. ശ്രീ നികേഷേ, അതിലേക്ക് ഞാൻ മറുപടി വരാം. ശ്രീ പി ജയരാജൻ പറഞ്ഞ ആരോപണത്തിന് മറുപടി ഉണ്ട്. അതിലിടക്ക് ഹലോ, കേൾക്കാമോ? പറഞ്ഞോളൂ. കേൾക്കാമോ? ഹലോ, കേൾക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, യഥാർത്ഥത്തിൽ നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണ് BJPയുടെ ഇരട്ടത്താപ്പ് എന്നുള്ളതിന് ഒരു ഉദാഹരണം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാം. മണിപ്പൂരിൽ ക്രിസ്ത്യൻ വിഭാഗത്തെ അതിക്രൂരമായി വേട്ടയാടുന്നു, അവിടെയുള്ള ആരാധനാലയങ്ങൾ തകർക്കുന്നു. അവിടെ തകർക്കുന്ന സംഘപരിവാർ ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് അവിടെ വംശീയപരമായിട്ടുള്ള കലാപം നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജസ്ഥാനിലും മധ്യപ്രദേശിലും അതോടൊപ്പം ആസാമിലും ഉൾപ്പെടെ, ഹരിയാന ഉൾപ്പെടെ ക്രിസ്തീയ ദേവാലയങ്ങൾ മുഴുവൻ തച്ചു തകർക്കുന്നു. ക്രിസ്മസ് കരോളിന് ആ ഘട്ടത്തിലെല്ലാം അത് ആക്രമിക്കപ്പെടുന്നു. കർണാടകയിൽ ഏകദേശം 39ഓളം ക്രിസ്തീയ ദേവാലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. അവിടെയൊക്കെ ക്രിസ്തീയ ദേവാലയങ്ങൾക്കും ക്രിസ്തീയ മതപുരോഹിതന്മാർക്ക് നേരെയും മതപ്രഭാഷകന്മാർക്ക് നേരെയും ആക്രമണം നടത്തുമ്പോൾ കേരളത്തിൽ എന്താ സ്ഥിതി? കേരളത്തിൽ മലയാറ്റൂർ പള്ളി കയറാൻ ആര് പോകുന്നു?
പിന്നെ BJPയുടെ നേതാവ് പോകുന്നു. അതോടൊപ്പം തന്നെ സ്വർണ്ണ കിരീടം ഇവിടെ സുരേഷ് ഗോപി വെക്കുന്നു. അപ്പോൾ അതാണ് ഇവരുടെ എതിർത്താപ്പ്. രാജ്യത്തിൻ്റെ പല മേഖലകളിലും ഒരു സമുദായത്തെ ഇതുപോലെ ആക്രമിച്ച് ഇവിടെ ക്രിസ്തീയ മതവിശ്വാസികളുടെ പിന്തുണ വാങ്ങുന്നതിന് വേണ്ടിയുള്ള നിലപാട് കേരളത്തിൽ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം മതവിശ്വാസികൾക്കെതിരായിട്ടുള്ള വലിയ രൂപത്തിലുള്ള കടന്നാക്രമണങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗത്ത് നടക്കുന്നു. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ ആളുകളെ തല്ലിക്കൊല്ലുന്നു. മുഹമ്മദ് അഖ്ലാഖ്, ജുനൈദ് ഖാൻ, മജ്ലു അൻസാരി, അങ്ങനെ ഒരുപാട് നിര നമ്മുടെ നാട്ടിലുണ്ട്. അവരെല്ലാം അവരുടെ മതമേതാണ്, അവർ മുസ്ലിം മതവിശ്വാസികളായതുകൊണ്ടാണ് അവരെ ഈ രൂപത്തിലേക്ക് ആക്രമിക്കപ്പെടുന്നത് എന്നുള്ളത് ഒരു കാര്യം. അതാണ് ഇവരുടെ ഇരട്ടത്താപ്പ്. ശ്രീ പി ജയരാജൻ പറഞ്ഞൊരു കാര്യം, നേരത്തെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ അബ്ദുൽ സലാം എന്ന് പറയുന്ന ആൾ ആയതുകൊണ്ടാണ് അവരെ ഇത്തരം രൂപത്തിലാക്കുന്നത് എന്നുള്ളത്. അതേ ഒരു നിലപാട് സ്വീകരിക്കുന്ന ആൾ, പേര് നോക്കി തീവ്രവാദ പട്ടം കൊടുക്കുന്ന സംഘപരിവാറാണ്, ഞങ്ങൾ സമ്മതിക്കുന്നു. അതോടൊപ്പം കണ്ണൂരിലെ CPMൻ്റെ നേതാവായിട്ടുള്ള MV ജയരാജൻ നൗഫൽ ബിൻ യൂസഫ് എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകനെ നൗഫൽ ബിൻ ലാദൻ എന്ന് പറഞ്ഞിട്ടാണ് ആക്ഷേപിച്ചത്. അദ്ദേഹം നൗഫൽ ബിൻ ലാദൻ എന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരാണ് ജയരാജന് അങ്ങനെ പറയേണ്ട സാഹചര്യം ഉണ്ടാക്കിയത്. അതോടൊപ്പം തന്നെ ഇവിടെ CPMൽ നിന്ന് ആരും BJPയിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുക. അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുന്നു, താങ്കളെ ആക്രമിച്ച കേസിനകത്തെ പ്രതികളായ RSSകാരെ എങ്ങനെയാണ് അവർ നിയമത്തിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടത്? ആരാണ് സഹായിച്ചത്? ഈ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന CPI നേതാവിനെ RSSകാർ ആക്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കേസ് ഒതുക്കി തീർത്തു കൊടുത്തത് ആരാണ്? കേരളത്തിലെ പിണറായി സർക്കാരല്ലേ? മാത്രമല്ല 1987 അമ്പാടി വിശ്വനാഥൻ എന്ന് പറയുന്ന നിങ്ങളുടെ മന്ത്രിയായിട്ടുള്ള CPMൻ്റെ മന്ത്രിയായിട്ടുള്ള 2 തവണ രാജ്യസഭയിൽ ലോക്സഭ അംഗമായിട്ടുള്ള അമ്പാടി വിശ്വനാഥൻ എന്ന് പറയുന്ന വിശ്വനാഥ മേനോൻ BJPയിൽ ചേർന്ന് മത്സരിച്ചത് നിങ്ങളുടെ പാർട്ടിയല്ലേ? അതോടൊപ്പം തന്നെ അൽഫോൺസ് കണ്ണന്താനം നിങ്ങളുടെ സ്വതന്ത്ര MLA ആയിട്ടല്ലേ അദ്ദേഹം ഇവിടെ മത്സരിച്ച് ജയിച്ചത്? അദ്ദേഹമല്ലേ BJPയിൽ പോയി കേന്ദ്രമന്ത്രി രാജ്യസഭാംഗമായത്? അപ്പോൾ നിങ്ങളുടെ പാർട്ടിക്കകത്തും പോയിട്ടുണ്ട്. ബംഗാളിൽ പോയവരുടെ കണക്ക്, അവിടെയുള്ള MPമാർ MLAമാർ ഉൾപ്പെടെയുള്ളവരുടെ കണക്ക്, ത്രിപുരയിലെ കണക്ക് നിങ്ങളുടെ പാർട്ടിക്കകത്തും BJPയിലേക്ക് പോയിട്ടുണ്ട്. എന്നെ കൊണ്ട് പറയിക്കേണ്ട ശ്രീ പി ജയരാജൻ. നമ്മൾ തമ്മിലുള്ള ചർച്ചയല്ല ഇത്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് വിഷയങ്ങൾ ഈ നാട്ടിന്റെ അനുഭവിക്കണം എന്നുള്ള ശാപവാക്ക്, അനുഭവിക്കണം എന്നുള്ള ശാപവാക്ക് എന്തിനാണ് താങ്കൾ പറഞ്ഞത് എന്നതാണ് എന്റെ ചോദ്യം. കോൺഗ്രസിൽ നിന്ന് പോയത് കൊണ്ടാണോ? കോൺഗ്രസിൽ നിന്നായാലും ഏത് പാർട്ടിക്കെന്ന് പോയാലും, പ്രത്യേകിച്ച് ഈ രാജ്യത്തെ മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ്, മുസ്ലിങ്ങളെ കൊലയുന്ന പാർട്ടിയാണ്, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചവരെ തല്ലിക്കൊല്ലുന്ന പാർട്ടിയാണ്. ഹിജാബ് ഉൾപ്പെടെയുള്ള വിഷയത്തിനകത്ത് BJP സംഘപരിവാർക്ക് നിലപാട് ഇങ്ങനെ ഇത്രയെല്ലാം സമുദായത്തിന് നേരെ കടന്നാക്രമണം നടത്തിയിട്ടും ആ ഒരു പാർട്ടിയോടൊപ്പം ചേരാൻ അബ്ദുൽ സലാമിനെ പോലെ, അബ്ദുള്ള കുട്ടിയെ പോലെ ആളുകൾ കാണിക്കുന്ന ആ മനസ്സിന് എതിരെയാണ് ഞാൻ പറഞ്ഞത്. അത്തരത്തിൽ ആര് പോയാലും, ഏതാൾ പോയാലും ഒറ്റുകൊടുക്കുന്നവരാണ് BJP എന്ന് പറയുന്ന ഈ ഫാസിസ്റ്റ് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്നവർ. അനുഭവിച്ച് അവർ ഒറ്റുകൊടുത്തത് കൊണ്ടാണ് ഞാൻ അത്തരത്തിലുള്ള നിലപാട് ഇവിടെ സ്വീകരിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് അബ്ദുൽ സലാം എന്നുള്ള പേര് തന്നെയാണ് നരേന്ദ്രമോദിയുടെ വണ്ടിയിൽ കയറാൻ അയാൾക്കുള്ള തടസ്സം എന്നുള്ളത് യാഥാർത്ഥ്യ. അബ്ദുൽ സലാം ഇന്നെങ്കിലും ചിലപ്പോൾ ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ പോലും അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയോട്. പക്ഷേ ശ്രീ റിജിൽ മാക്കുറ്റി, താങ്കൾ കരുതുന്നത് അബ്ദുൽ സലാം മുസ്ലിം ആയതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഹനത്തിൽ കയറ്റാതിരുന്നത് എന്നാണ്? തീർച്ചയായും അദ്ദേഹത്തിന്റെ നാമം അബ്ദുൽ സലാം ആയതുകൊണ്ട് മാത്രമാണ്. എന്തുകൊണ്ടാണ് എന്ന പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയെ മാറ്റിയില്ല, ഈ പറയുന്ന സുരേന്ദ്രനെ മാറ്റിയില്ല? 3 സ്ഥാനാർത്ഥിമാരല്ലേ ഈ 3 സ്ഥാനാർത്ഥിമാരും പ്രധാനമന്ത്രിയുടെ വാഹനത്തിൽ പോകുന്ന ഔദ്യോഗികമായി BJPയുടെ നേതൃത്വം പറഞ്ഞതല്ലേ? അദ്ദേഹത്തിന് മാത്രം ആ വണ്ടിയിൽ കയറാൻ ഇടമില്ലാത്തത് അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ സലാമാണ്. അബ്ദുൽ സലാമിന്റെ കൂടെ അങ്ങനെയാണെങ്കിൽ ശ്രീ റിജിൽ മാക്കുറ്റി, താങ്കൾ പറഞ്ഞു തരേണ്ടത്, പ്രധാനമന്ത്രിയുടെ വാഹനത്തിൽ നിന്ന് ഇപ്പോൾ അബ്ദുൽ സലാം കയറണ്ട എന്ന് പറഞ്ഞു മാറ്റി നിർത്തി എന്ന് പറയാം. പക്ഷേ കേരളത്തിലെ BJP ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. കേരളത്തിലെ നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുള്ളൂ. അല്ല, കോൺഗ്രസ് ഈ രാജ്യത്തിനകത്ത് മുസ്ലിം സ്ഥാനാർത്ഥികളെ ഞങ്ങൾ കൃത്യമായ രൂപത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥികൾ നമ്മൾ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായി സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരായി ഏതെങ്കിലും മുസ്ലിം മതവിശ്വാസികളെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? അവർക്കെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സിറ്റിംഗ് MPമാർ ആളുകൾ മാറാതിരിക്കുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് രാജ്യം നേരിടുന്ന തെരഞ്ഞെടുപ്പിനകത്ത് ഗുരുതരമായ ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ ആ സിറ്റിംഗ് MPമാരെ മാറ്റി നിർത്തിയിട്ടാണ് പുതിയ ആളുകളെ വെച്ചെങ്കിൽ നിങ്ങൾക്ക് പറയാം. അങ്ങനെയല്ലല്ലോ. അവരെ ഉൾപ്പെടെ നിർത്തിക്കൊണ്ട് മോദിക്കെതിരായിട്ടുള്ള പോരാട്ടം രാജ്യത്ത് കനപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ നിർത്തിയിട്ടുള്ള ഷാഫി പറമ്പലിനെതിരെ
ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ ഷാഫി പറമ്പലിനെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഞാൻ പറയട്ടെ ശ്രീ ജയരാജൻ, എതിർ സ്ഥാനാർത്ഥി ആരാന്നറിയോ? രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ശ്രീ ജയരാജൻ പറഞ്ഞല്ലോ, അവരുടെ അക്ഷതം സ്വീകരിച്ചു. ശൈലജ ടീച്ചറുടെ ഭർത്താവ് ഭാസ്കരൻ വലിയ വാർത്തയായിരുന്നു. ആ അക്ഷതം സ്വീകരിച്ച ആരാണ്? ശൈലജ ടീച്ചറാണ് അവിടെ മത്സരിക്കുന്നത് എന്നുള്ളത് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഓരോ ഘട്ടത്തിലും ഇപ്പോൾ രാജ്യസഭയിൽ വന്ന സമയത്ത് ഞങ്ങൾ ആരെയാണ് പരിഗണിച്ചത്? ഞങ്ങൾ ആ രൂപത്തിലുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ലേ? ഇനിയും തെരഞ്ഞെടുപ്പ് ഒരു കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ ഏതെങ്കിലും ഒരു മതവിശ്വാസികളെ മാറ്റി നിർത്താനോ അകറ്റി നിർത്തുന്ന പാർട്ടിയല്ല. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് ശരി പ്രസാദ് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ മുസ്ലിങ്ങളുടെ വോട്ട് വേണ്ട എന്ന് ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നു. 80-20 ഇക്വേഷൻ UP മുഖ്യമന്ത്രി ആദിത്യനാഥ് ചൂണ്ടിക്കാണിക്കുന്നു. നോക്കൂ, സൊമാലിയയുമായി കേരളത്തെ താരതമ്യം ചെയ്യുന്നു. സംഘപരിവാറിൻ്റെ ആസൂത്രണത്തിൽ കേരള സ്റ്റോറി വരുന്നു. നമുക്ക് എന്തുകൊണ്ടാണ് കേരളത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അസംബ്ലി തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ സീറ്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കാതിരിക്കുന്നത് എന്നൊരു സ്വയം വിമർശനം ശ്രീ ഷാബു പ്രസാദ് BJPക്കാർ നടത്തുന്നുണ്ടോ? ആ സ്വയം വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ BJP പ്രവർത്തിക്കുന്നത്? നികേഷേ, നമ്മൾ തമ്മിൽ തന്നെയുള്ള ചർച്ചകളിൽ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു. എങ്കിലും ഞാൻ പറയുകയാണ്, ഈ കേരളത്തിൽ ആവറേജ് BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 15% വോട്ടുണ്ട്. ഒരു സംസ്ഥാനത്ത് 15% വോട്ട് എന്ന് പറയുന്നത് അത്ര ചെറിയ വോട്ടൊന്നുമല്ല. അപ്പം നിങ്ങൾ ഓർക്കണം, എന്താ വേറെ പറഞ്ഞോളൂ. ഹലോ, ശരി, ഞാൻ ശ്രീ ഷാബു പ്രസാദിലേക്ക് വരാം. സാങ്കേതിക തടസ്സമായിരിക്കുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു BJPക്ക് സീറ്റ് വേണം എന്ന് കരുതിയാൽ അത് എളുപ്പമല്ലല്ലോ ശ്രീ P ജയരാജൻ. നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ സൊമാലിയ എന്ന് പറയുന്നു, അതുപോലെ തന്നെ കേരള സ്റ്റോറി വലിയ രീതിയിൽ ദേശീയ തലത്തിൽ കേരള സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നോക്കൂ, നമ്മൾ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഘട്ടമാണല്ലോ. കേരളത്തിൽ ഒറ്റത്തവണയേ ഉള്ളൂ, കാരണം ഇവിടെ സെക്യൂരിറ്റി പ്രോബ്ലം ഇല്ല. ഈ ആക്ഷേപം ഉന്നയിച്ച സംസ്ഥാനങ്ങളിൽ 7 ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതൊന്നും വസ്തുതയായിരുന്നില്ല കേരള സ്റ്റോറിയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് അനുമാനിക്കേണ്ടത്. പക്ഷേ ഇവിടെ ന്യൂനപക്ഷങ്ങളും 10-50% വരുന്നുണ്ട്. 2 ന്യൂനപക്ഷങ്ങളെ എടുത്താൽ അവരുടെ വോട്ട് വേണ്ട എന്ന് വേറൊരു ഭൂവിഭാഗത്തിൽ നിന്നുകൊണ്ട് പറയുന്നു ശ്രീ ഷാബു. അതിനാണ് ഷാബു പ്രസാദ് മറുപടി പറയാൻ തുടങ്ങിയതെന്നാണ് ഞാൻ കരുതുന്നത് ശ്രീ P ജയരാജൻ. എന്നിട്ട് BJPക്ക് അവിടെ സീറ്റ് വേണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നികേഷ്, അതായത് കേരളം സംഘപരിവാരത്തിൻ്റെ ആശയങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണല്ല എന്ന് മുമ്പേ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേരളത്തിന് പ്രത്യേകമായിട്ടൊരു അജണ്ട നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് രാജ്യത്ത് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരായിട്ട് കൂടി മുസ്ലിങ്ങൾക്കൊപ്പം അക്രമം നടത്തിയിട്ടുള്ള സംഘപരിവാരത്തിൻ്റെ വക്താവായിട്ടുള്ള പ്രധാനമന്ത്രി മോദി കഴിഞ്ഞ വർഷം ഈസ്റ്റർ ദിനത്തിന് ഡൽഹിയിലെ അവിടുത്തെ കത്തീഡ്രലിൽ പോയല്ലോ. അപ്പോൾ ആ നിലക്കുള്ള ഒരു അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള വിവിധ ടാക്ടിക്സുകൾ, വിവിധ അടവുകൾ BJP സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ മലപ്പുറത്തൊരു മുസ്ലിം നാമധാരിയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുള്ളത്. ആ സ്ഥാനാർത്ഥിയെപ്പോലും ഉൾക്കൊള്ളാൻ, നാമധാരിയായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയെപ്പോലും ഉൾക്കൊള്ളാൻ നരേന്ദ്രമോദി തയ്യാറില്ല എന്നതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള തെളിവാണല്ലോ പാലക്കാട് നമ്മൾ കണ്ടത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ശൈലജ ടീച്ചറുടെ ഭർത്താവ് ഭാസ്കരൻ മാഷ് അക്ഷതം സ്വീകരിച്ചു എന്നുള്ള ആക്ഷേപം ഉന്നയിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ അദ്ദേഹം ജനങ്ങളെ, പ്രേക്ഷകരെ കബളിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ പിന്നെ ഭാസ്കരൻ മാഷ് ഏതെങ്കിലും സംഘപരിവാരത്തിൻ്റെ പരിപാടിയിൽ പോയിട്ട് അക്ഷതം സ്വീകരിച്ചതല്ല. വീട്ടിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് ഒരു സംഘപരിവാരം വരുന്നു, RSSകാർ വരുന്നു. അവർ തിരിച്ചു പോകുന്ന നേരത്ത് അവിടെ ഒരു കവർ വെച്ചു. ഇത് ഈ സമൂഹത്തോട് വെളിപ്പെടുത്തിയത് ശൈലജ ടീച്ചറുടെ ഭർത്താവ് ഭാസ്കരൻ മാഷാണ്. അപ്പോൾ ഇവിടെ കോൺഗ്രസ് നേതാവിനോട് അങ്ങോട്ട് തിരിച്ച് ചോദിക്കുന്നത്, വിജയദശമി ദിനത്തിൽ പിന്നെ അവിടെ RSSന്റെ ശാഖയിൽ പോയിട്ട് നിലവിളക്ക് കൊളുത്തിയത് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് സതീശനാണ് നിങ്ങൾക്ക് നിഷേധിക്കാനാകും. നികേഷ്, രണ്ടാമത്തെ ചോദ്യം വിക്രമാദിത്യ സിംഗിനെ അറിയുമോ?
വിക്രമാദിത്യ സിംഗ് ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിന്റെ മന്ത്രിയാണ്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് തീരുമാനിച്ചപ്പോൾ ഹിമാചൽ പ്രദേശിലെ മന്ത്രി വിക്രമാദിത്യ സിംഗ് ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തു. നിങ്ങൾ എന്ത് ചെയ്തു കോൺഗ്രസ്? ശരി, ഇവിടെ താങ്കൾക്ക് നൽകാനുള്ള മറുപടി. ശരി, ഷാബു പ്രസാദ് ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കളുടെ മറുപടി. രക്തസാക്ഷിത്വം വരിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് RSSനെതിരായിട്ടുള്ള കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. RSSന്റെ വോട്ട് വാങ്ങിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂത്തുപറമ്പിൽ മത്സരിച്ചത് നമുക്കറിയാലോ. ശ്രീ ജയരാജൻ, പിന്തുണയോടുകൂടി MLA ആയതാണെന്ന് കൂടി പറയണം. അല്ലല്ല, ഞാനിപ്പോ എന്ത് ചെയ്യാനാണ്? വായിക്കണം. സ്ഥിരം ചർച്ചയിലേക്ക് പോകണ്ട. ഇതൊക്കെ പലതവണ നമ്മൾ ചർച്ചകളിൽ ഉന്നയിച്ചിട്ടാണ്. ഇന്ന് വ്യത്യസ്തമായ വിഷയമാണ്. ഷാബു പ്രസാദ് മറുപടി. നിങ്ങളുടെ ഇവിടെ കോഴിക്കോട് മേയർ ഉണ്ടല്ലോ, മേയർ 15%. താങ്കൾ പറയുകയായിരുന്നു 15% വോട്ട് സാധാരണഗതിയിൽ BJPക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഇവിടുത്തെ മുന്നണി സംവിധാനം ഉള്ളത് കൊണ്ടാണ് BJPക്ക് നിയമസഭാ സീറ്റോ ലോക്സഭാ സീറ്റോ കിട്ടാതെ പോകുന്നത്. അങ്ങനെയല്ലേ താങ്കൾ പറഞ്ഞു തുടങ്ങിയത്? അതാണ് അതിന്റെ ഏത് വിളക്ക് കൊളുത്താനാ? തീർച്ചയായിട്ടും ഈ 15% വോട്ട് എന്ന് പറയുന്നത് 15% വോട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് 10, 20, 22 ലക്ഷം വോട്ടാണ് നികേഷേ. ഈ കേരളത്തിൽ ഒരു 10-22 ലക്ഷം വോട്ട് BJPക്ക് ഇവിടെ ഉണ്ട്. പിന്നെ മറ്റൊന്ന്, ഈ ജയരാജൻ ഇവിടെ ഇരുന്ന് പറയുന്നത് കേട്ടല്ലോ, ഇവിടെ കേരളത്തിൽ RSS സംഘപരിവാറിന് യാതൊരു വേരോട്ടം ഉണ്ടാകാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് പറയുന്നല്ലോ. എൻ്റെ പ്രിയപ്പെട്ട ജയരാജൻ സഖാവേ, ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ RSS ശാഖകളുള്ള സംസ്ഥാനം കേരളം. 5000 ശാഖ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് 2025 കൂടി അത് 7000 ആക്കും. 2 യൂണിറ്റുകളായി തിരിച്ചിരിക്കുന്നു കേരള ഘടകത്തെ. അതെ, ഏറ്റവും കൂടുതൽ എല്ലാ അതായത് അത് ഒട്ടും അറിയാത്ത ആളല്ല പി ജയരാജൻ. ഏറ്റവും വലിയ സേവാ സംഘടന എന്ന് പറയുന്നത് സേവാഭാരതിയാണ്. RSSനെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ് പി ജയരാജൻ. സമസ്ത മേഖലകളിലും ഇവിടെ സംഘപരിവാറിന്റെ വേരോട്ടമുണ്ട്. പിന്നെ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ BJPക്ക് ഇനിയും ഒരുപാട് മുന്നേറാനുണ്ട്. ഞാൻ 15% ഒന്നും വേണ്ട ഇല്ല എന്ന് പറയുന്നില്ലല്ലോ ശ്രീ ഷാബു പ്രസാദ്. എന്റെ ചോദ്യം എന്താണ്? നോക്കൂ, നിങ്ങൾ കേരളത്തെ സൊമാലിയ എന്ന് വിളിക്കുന്നു, ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നു. ഇവിടെ 50% ന്യൂനപക്ഷ വോട്ടുകൾ ഉള്ളയിടത്ത് ന്യൂനപക്ഷത്തിന്റെ വോട്ട് വേണ്ട എന്ന് പറയുന്നു. പിന്നെ എങ്ങനെയാണ് സൊമാലിയ എന്ന് വിളിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വന്നിട്ട് കഴിഞ്ഞ 3 മാസത്തിനിടെ 5 തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നത് കേരളത്തിൽ? എന്തിനാണെന്നേ സൊമാലിയയിലൊക്കെ പോയി പ്രചരണം നടത്തുന്നത്? നിങ്ങൾക്ക് ഫലഭൂയിഷ്ടമായിട്ടുള്ള വികസിത രാജ്യത്തിനോട് താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഉത്തർപ്രദേശിലൊക്കെ പോയി വോട്ട് ചോദിച്ചാൽ പോരെ? അല്ല, കേരളം സമ്പൽ സമൃദ്ധവും വളരെ നമ്പർ 1 ഒക്കെ ആണെന്ന് ആ അട്ടപ്പാടിയിലെ പാവങ്ങളോട് പോയി പറയണം. അപ്പോൾ അറിയാം കേരളത്തിലെ കോഴിക്കോട് ഇരിക്കുന്നത്. ലക്നൌവിൽ പോയി താമസിച്ചൂടെ? സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യത്ത് നിങ്ങൾക്ക് പോയി താമസിച്ചൂടെ? എന്തിനാണ് ഈ കേരളത്തിൽ ഇരിക്കുന്നത്? അത് ഞാൻ തീരുമാനിച്ചോളാം. അതെനിക്ക് വിടൂ. ഞാൻ എവിടെ താമസിക്കണം, എവിടെ പോകണം. പക്ഷെ അത് ഞാനൊരു ചോദ്യമായി ഉന്നയിച്ചത്. പക്ഷെ ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി താങ്കൾ പറഞ്ഞില്ല ശ്രീ ഷാബു പ്രസാദ്. സൊമാലിയയിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വേണ്ടാത്ത ഇടത്ത് നിങ്ങൾ വന്ന് വോട്ട് ചോദിക്കുമ്പോൾ ജനങ്ങൾ വോട്ട് തരുന്നില്ലെങ്കിൽ അവരെ കുറ്റം പറയരുത്. ആര് പറഞ്ഞു നിങ്ങളുടെ മുഖ്യമന്ത്രി, നിങ്ങളുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിയന്ത്രിക്കുന്ന പാർട്ടി ഭാരവാഹി പറയാണ് മുസ്ലിം വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന്. ന്യൂനപക്ഷങ്ങളുടെയും കൂടി വോട്ട് മേടിച്ചുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുന്നത്. പൊതുപ്രസ്താവന നടത്താതെ ചോദ്യങ്ങൾ വരുമ്പോൾ ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത്. നിങ്ങളുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ നിയന്ത്രിക്കുന്ന അസമിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾക്ക് വോട്ട് വേണ്ട എന്ന്. നിങ്ങളുടെ ആദിത്യനാഥ് പറഞ്ഞത് 80:20 ആണ്. എന്ന് വെച്ചാൽ 20% അല്ല, ഞാൻ 80% പ്രതിനിധിയാണ്, അവരുടെ വോട്ട് മതി എന്നാണ്. അതുകൊണ്ടാണ് 453 അംഗ അസംബ്ലിയിൽ നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്താത്തത്. അല്ല, 80% ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80% ജനങ്ങളുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ 80%-ൽ എല്ലാ വിഭാഗക്കാരും ഉണ്ട് സുഹൃത്തെ. ആയിക്കോട്ടെ, അതാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ അത് 80% ഹിന്ദു എന്നും 80% അത് നിങ്ങളുടെ കുത്തിത്തിരിപ്പ് ബുദ്ധി, നിങ്ങളുടെ ദുഷ്ടബുദ്ധി, അത് നിങ്ങൾ വ്യാഖ്യാനിച്ചുകൊള്ളൂ.
ഈ രാജ്യത്ത് ഇപ്പൊ അതുപോലെ 50% മേളിൽ ജനങ്ങൾ അല്ലെങ്കിൽ വോട്ടേഴ്സ് BJP-ക്ക് എതിരല്ലേ? ശരി, വളരെ നന്ദി ശ്രീ ഷാബു പ്രസാദ്, പി ജയരാജൻ, ഒപ്പം തന്നെ റിജിൽ മാക്കുറ്റി. കൂടുതൽ സമയം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ചർച്ച ചെയ്യാമായിരുന്നു. ഏതായാലും ഇത്രയെങ്കിലും ആയല്ലോ. വളരെ നന്ദി സഹകരിച്ചതിന്. ഇനി മീറ്റ് എഡിറ്റേഴ്സ്. Debate with MV Nikesh Kumar.